എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ. പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല. എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക. വീഡിയോ ഉപകാരപ്രദമാണ്, മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. 10 മിനിറ്റ് നിങ്ങൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ലിംഗത്തിന്റെ ഉദ്ധാരണവും ശേഷിയും കൂട്ടാം. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത്. അതെ, നിങ്ങൾക്ക് ഉദ്ധാരണക്കുറവുണ്ട്, അതുപോലെ ശേഷിക്കുറവോ? എങ്കിൽ നിങ്ങൾ ഇനി വെറും 10 മിനിറ്റ് ചെലവഴിക്കാൻ ഒരുക്കമാണോ? എങ്കിൽ നിങ്ങൾക്കിത് അതിനുള്ള പരിഹാരവും നിങ്ങളുടെ മുന്നിൽ തന്നെയുണ്ട്. അതെ, പല സ്റ്റഡീസും അതുപോലെ ആധുനിക ശാസ്ത്രവും പറയുന്നത് ഉദ്ധാരണക്കുറവും അതുപോലെ ശേഷിക്കുറവും ഒക്കെ ഉണ്ടാകുന്നത് ഈ ഡയബറ്റിസ്, അതുപോലെ ഹാർട്ട് പേഷ്യൻസ് എന്നിവർ അതുപോലെ അമിതവണ്ണം എന്നിവ ഉള്ളവരിലാകുന്നത്. എന്നാൽ വെറും 10 മിനിറ്റ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ലൈംഗിക ശേഷി തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ടിപ്പാണ് ഈ പറയുന്നത്. അത് മറ്റൊന്നുമല്ല, അതെ, ജമ്പിങ് അഥവാ സ്കിപ്പിംഗ് എന്ന് പറയും. ചാടലില്ലേ, അത് തന്നെ. അത് നിങ്ങൾ ഒരു 10 മിനിറ്റ് ചെയ്യുകയാണെങ്കിൽ അരമണിക്കൂർ ജിമ്മിന് പോയ കലോറിയാണത്രേ കുറയ്ക്കുന്നത്. അതുകൊണ്ട് ആഴ്ചയിൽ 5-6 തവണ നിങ്ങൾ ഒരു 10 മിനിറ്റ് സ്കിപ്പിംഗ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ലൈംഗിക ഹെൽത്ത് കൂടുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. അതെ, ലൈംഗികപരമായ ഹോർമോണുകളെ ബൂസ്റ്റ് ചെയ്യാൻ ഇതിന് കഴിവുണ്ടത്രേ. ജിമ്മിന് പോകുന്നതിനേക്കാൾ എത്രയോ പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന ഒരു എക്സസൈസ് എന്ന വണ്ണമാണ് നമ്മുടെ സ്കിപ്പിംഗ്. എന്നാൽ ഇത് സ്ത്രീകൾക്ക് മാത്രമല്ല, പുരുഷന്മാർക്കും എല്ലാവർക്കും ഇത് ചെയ്യാം. ലൈംഗികപരമായി നല്ല സ്ട്രോങ് ആവാനും ലിംഗത്തിലെ കരുത്തേകാനും ലിംഗത്തിലേക്ക് മാത്രമല്ല ശരീരത്തിലുപരി മസിൽസ് സ്ട്രോങ് ആവാനും എല്ലാ ഭാഗത്തേക്കും രക്തം നല്ലപോലെ ഫ്ലോ ചെയ്യുവാനും ഇത് ഏറെ ഉപകരിക്കുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത്. മാത്രവുമല്ല, വെറും 10 മിനിറ്റ് കൊണ്ട് തന്നെ 250 മുതൽ 300 കലോറി വരെ കുറച്ച് കളയുവാൻ സഹായിക്കുന്നവ കൂടിയാണ്. അതുകൊണ്ട് തന്നെ ധൈര്യമായി ഇനി സ്കിപ്പ് ചെയ്തുകൊള്ളൂ. മുട്ടുവേദനയും മറ്റ് അസ്വസ്ഥതകളും ഒന്നുമില്ലാത്തവർക്ക് ഇത് പെട്ടെന്ന് തന്നെ തുടങ്ങാം. അല്ലാത്തവർ ഡോക്ടറെ സമീപിച്ച് മതിയായ ഉപദേശം വാങ്ങിയതിനു ശേഷം മാത്രം ആരംഭിക്കുക. അപ്പോൾ ഈ ടിപ്പ് നിങ്ങൾക്ക് ഉപകരിച്ചു എന്ന് കരുതുന്നു. ഇതുപോലെ മറ്റൊരു ടിപ്പുമായി മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബൈ ബൈ.